പ്രിയപ്പെട്ടവരെ, യോസെ സരമാഗോ എന്ന പോർച്ചുഗീസ് സാഹിത്യകാരൻ എഴുതിയ പ്രസിദ്ധമായ നോവലാണ് ഗോസ്പൽ അക്കോർഡിംഗ് ടു ജീസസ് ക്രൈസ്റ്റ്, യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം. 1991 ഈ നോവൽ പ്രസിദ്ധീകൃതമായത്. ഈ നോവലിലാണ് യേശുവിൻ്റെ കർത്താവിൻ്റെ വളർത്തു പിതാവായ ജോസഫിനെ കുറിച്ചുള്ള അതിമനോഹരമായ ഒരു കഥയുള്ളത്. ജോസഫ് നീതിമാനായിരുന്നു എന്ന് മത്തായിയുടെ സുവിശേഷം നമ്മോട് പറയുന്നുണ്ട്. പക്ഷെ എങ്ങനെയാണ് നീതിമാനായിരുന്നത് എന്ന് ഒരു വിശദീകരണവും അതിലില്ല. എന്നാൽ ഈ നോവലിൽ ജോസഫിൻ്റെ നീതിമാനായിരുന്നു എന്ന കാര്യത്തിൽ വിശദമായൊരു കഥ പറഞ്ഞുകൊണ്ടാണ് അത് അവതരിപ്പിക്കുന്നത്. അത് തുടങ്ങുന്നത് ജോസഫും മേരിയും സീസറിൻ്റെ കൽപ്പനയനുസരിച്ച് ബത്ലഹേമിലേക്ക് യാത്ര ചെയ്യുകയാണ്. അവിടെ ചെല്ലുമ്പോൾ അവൾക്ക് പ്രസവ സമയമാകുന്നു. പ്രസവിക്കാൻ ഒരിടം കിട്ടാതെ ഒരു ഗുഹയിലാണ് പ്രസവിക്കുന്നത്. ഗുഹയിൽ പ്രസവിച്ച് കുട്ടിയുമായി കഴിയുമ്പോൾ ജോസഫ് അന്നേപ്പത്തിന് വകയുണ്ടാക്കാൻ വേണ്ടി ഹെറോദേസിൻ്റെ അമ്പലത്തിൽ തച്ചപ്പണിക്ക് പോവുകയാണ്. അങ്ങനെ തച്ചപ്പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ സെക്യൂരിറ്റിക്കാരായ പട്ടാള ഉദ്യോഗസ്ഥന്മാരവിടെയുണ്ട്. അവർ ഒരിടത്ത് നിന്ന് സംസാരിക്കുന്നതാണ് ജോസഫ് ശ്രദ്ധിച്ചത്. അവർ സംസാരിക്കുന്നത് നാളെ രാത്രി 2 വയസ്സിന് താഴെയുമുള്ള ആൺകുട്ടികളെ കൊല്ലാനുള്ള ഹെറോദേസിൻ്റെ പദ്ധതി നടപ്പിലാക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് പട്ടാളക്കാർ സംസാരിക്കുന്നത്. ഇത് കേട്ട ജോസഫ് തൻ്റെ ഉളിയും കൊട്ടോടിയുമൊക്കെ താഴെ വെച്ച് ആരും അറിയാതെ അവിടെ നിന്ന് പുറത്തേക്ക് വരികയാണ്. നേരെ ഗുഹയിലേക്കാണ് ജോസഫ് വരുന്നത്. സന്ധ്യയായി, രാത്രിയായി. അയാൾ വന്നിട്ട് ആദ്യം ചെയ്യുന്നത് അടുപ്പിൽ വെള്ളമൊഴിക്കുകയാണ്. ഒരു പുക പോലും പുറത്ത് കാണാത്ത അവസ്ഥയിൽ അയാൾ കാത്തിരുന്നു. പാതിരാത്രി ആയപ്പോൾ നിലാവുണ്ടായിരുന്നു. അയാൾ മറിയത്തെയും കുഞ്ഞിനെയും കഴുതപ്പുറത്ത് കെട്ടിയിരുത്തിയിട്ട് നേരെ അദ്ദേഹം ഗലീലയിലേക്ക് യാത്ര ചെയ്യുകയാണ്. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ വസതി. രാത്രി മുഴുവൻ ആരും അറിയാതെ മേരിയെയും യേശുവിനെയും കൊണ്ട് ജോസഫ് യാത്ര ചെയ്തു. യാത്ര ചെയ്ത് അവസാനം നേരം വെളുക്കുമ്പോൾ അദ്ദേഹം തൻ്റെ സ്ഥലത്തെത്തി. അദ്ദേഹം ഉറങ്ങാൻ കിടക്കുകയാണ്. തൻ്റെ ഭാര്യയെയും മകനെയും സംരക്ഷിച്ചു എന്ന ചാരിതാർത്ഥത്തോടെയാണ് ആ പിതാവ് ഉറങ്ങാൻ കിടക്കുന്നത്.